കഴിഞ്ഞ തവണ UDF അധികാരത്തിലെത്തുമെന്ന് കരുതി വകുപ്പ് വിഭജനം വരെ നടത്തിയിരുന്നെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പരിഹാസം. കാറിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു ഒരു സംശയമുണ്ടായിരുന്നത്. വോട്ടെണ്ണും വരെ എല്ലാവർക്കും സ്വപ്നം കാണാമെന്നും KC വേണുഗോപാലിനെ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നഷ്ടമാകില്ലെന്നുമായിരുന്നു ജോൺ ബ്രിട്ടാസ് MP-യുടെ പ്രതികരണം. എത്ര 3 മുഖ്യമന്ത്രിമാരുണ്ടോ? 5 മൂന്നുപേരുണ്ട്. ഇനിയും കൂടും. കഴിഞ്ഞ പ്രാവശ്യം വകുപ്പെല്ലാം തിരിച്ചിരുന്നു. കാറിന്റെ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്പർ അവിടെ അത് മാറ്റി വെച്ചിരുന്നു. കാരണം അവർക്ക് ജോത്സ്യനെ ചെന്ന് കണ്ടിട്ടൊക്കെ കാറിന്റെ നമ്പർ നിശ്ചയിക്കാൻ പറ്റും. അങ്ങനെ ജോത്സ്യം പറഞ്ഞ നമ്പറും കൊണ്ട് വന്നപ്പോഴാണ് ഇവിടെ റിസൾട്ട് വേറെ തലതിരിച്ച് വന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പലതും നമ്മൾ കാണേണ്ടി വരും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസിന്റെ നെടുംതൂണായ അവരുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ഡൽഹിയിൽ തന്നെ തുടർന്ന് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സാഹചര്യം തുടർന്നുമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഇന്ത്യ ചേരിയിലെ സഖ്യകക്ഷിയായ കോൺഗ്രസ്സിന് ഒരു പോറലുണ്ടാകാതിരിക്കാൻ കേരളത്തിലെ ജനങ്ങളും ഞങ്ങളും കൃത്യമായി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതുതന്നെയായിരിക്കും വോട്ടെടുപ്പിന് ശേഷവും വരാൻ പോകുന്നത്. അതുകൊണ്ട് ദേശീയ കോൺഗ്രസ്സിന് ഒരു കാരണവശാലും ഒരു നഷ്ടം സംഭവിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തും.